ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഓൾ ഇൻ വൺ മാസ്റ്റർ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേര് നമുക്ക് ഈ പറയുന്ന പോലെ സംശയം ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ടത്, ഒരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും എങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്, ഫേക്ക് എൻട്രീസ് എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെ പ്രോപ്പറായി യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഈ ഇൻഡിക്കേറ്ററിനെ യൂസ് ചെയ്യാം. ഒന്ന് ഒരു സിമ്പിൾ വേ, അതായത് എങ്ങനെയാണോ ഇൻഡിക്കേഷൻ തരുന്നത് അതിനെ പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നമുക്കൊരു സിമ്പിൾ വേയിൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. അഡ്വാൻസ്ഡ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു ആവറേജിങ് രീതി എന്ന് വേണേൽ പറയാം. നമുക്ക് ആവറേജ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ആവാൻ പറ്റുന്ന ഒരു രീതിയിലും കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ വേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നോർമലി കാണുന്നത് നമ്മുടെ ചാർട്ടിൽ എന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ഈ ചാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു ഡൗട്ടാണത്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓൾ ഇൻ വൺ മാസ്റ്റർ ഇൻഡിക്കേറ്റർ ഓൾറെഡി നമ്മുടെ ചാർട്ടിലുണ്ട്. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റിമൂവ് ആയി. ഇപ്പോൾ നമ്മുടെ ചാർട്ടിലൊന്നുമില്ല. ഇനി എവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ശരിക്കും ഉണ്ടാവുക? അത് നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ വരിക. ഈ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഇൻവൈറ്റ് ഒൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടിയ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ടാവും. അപ്പം ആ ഇൻഡിക്കേറ്ററിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ചാർട്ടിലേക്ക് ആഡാവും. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇപ്പോൾ നമ്മുടെ ചാർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മുടെ XAUSD ഗോൾഡിൻ്റെ ചാർട്ടാണ്. 5 minutes ടൈം ഫ്രെയിമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു എൻട്രി വന്നത്, ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു സിമ്പിൾ വേ, എങ്ങനെയാണ് സിമ്പിൾ വേയിൽ നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ചാർട്ടിൽ വിഷ്വലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 5 minutes ടൈം ഫ്രെയിമാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കൊരു ബൈ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് 5 minute ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പം ഈ എത്രയാണ് ഇൻഡിക്കേറ്റ് ആയതെന്ന് നിങ്ങൾക്ക് ഇവിടെയുള്ള ഡാറ്റയിൽ കാണാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ SL ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ റെഡ് ഡോട്ടഡ് ലൈനും ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഡോട്ടഡ് ലൈനുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മുൻകൂറായിട്ട് സിമ്പിൾ വേയിൽ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് വേറെ കൺഫ്യൂസ്ഡ് ആക്കാനൊന്നുമില്ല, നോർമലി യൂസ് ചെയ്യേണ്ടവർക്ക് ഇതിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എൻട്രി എടുത്ത് എക്സിറ്റ് ആവാവുന്നതാണ്. നമ്മുടെ ഈ രണ്ട് ബ്ലൂ ലൈൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൊടുത്തേക്കുന്ന ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് കൂടുതലും ഒരു കൺസോൾട്ടേഷൻ, ഒരു സൈഡ് വേസ് മാർക്കറ്റ് അതിനുള്ളിൽ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കൂടുതൽ സമയം അതിലൂടെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ കൂടുതലൊരു കുറച്ച് സമയം എടുക്കാം നമുക്ക് എക്സിറ്റ് വരാൻ. നോർമലി നമുക്കൊരു എക്സിറ്റ് വരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ടൈം എടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായി കാണും, ടാർഗറ്റ് ടൈം കുറച്ച് മുകളിലായിരുന്നല്ലോ, ബട്ട് ഇവിടെ എന്താണ് എക്സിറ്റ് ആയെന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഇൻഡിക്കേഷൻ തന്നതിന് ശേഷം ജസ്റ്റ് ആ സപ്പോർട്ട്, അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ടിൽ കുറച്ച് നേരം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് താഴോട്ട് വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോയിട്ടാണ് ഈ പറയുന്ന പോലെ നമ്മുടെ എക്സിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആയിട്ട് നമുക്കൊരു എൻട്രി തന്നതിന് ശേഷം ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു എൻട്രി ലെവൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സിറ്റ് തരും. അതായത് നമുക്ക് സ്റ്റക്ക് ആവാതിരിക്കാനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു എക്സിറ്റ് തരും. അതായത് ചില സമയം നമ്മൾ വിചാരിക്കുന്ന ഒരു ടാർഗറ്റിൽ എത്താതെ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾ ടാർഗറ്റ് കുറച്ച് നമുക്ക് വേണ്ട ഒരു രീതിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുമല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ അത് ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്ത് നമുക്കൊരു എക്സിറ്റ് തരും. അങ്ങനെ തന്നതാണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും നോക്കാം. വീണ്ടും നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ലൈനിൽ ടച്ച് ചെയ്തു. ബട്ട് നമുക്ക് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് അതിന് മേളിൽ കിട്ടാഞ്ഞത് കൊണ്ടാണ് എക്സിറ്റ് വരാഞ്ഞത്. ബട്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വീണ്ടും പോയി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് സിമ്പിൾ രീതി എന്ന് പറയുന്നത്. നമ്മളൊരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുക, ആ ടൈം ഫ്രെയിം തന്നെ ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾ 3 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 3 മിനിറ്റിൽ മാത്രം എൻട്രി പോസിബിലിറ്റീസ് നോക്കുക. 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സിൽ മാത്രം എൻട്രി പോസിബിലിറ്റീസ് നോക്കുക. അതാണ് സിമ്പിളായിട്ടുള്ള രീതി. അതായത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കാണിച്ചു തരും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് പിന്നെ വേറൊരു ഡൗട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഈ ഒരു യെല്ലോ ഡിറ്റക്ഷൻ മാർക്ക് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഎഫിഷ്യൻറ്റ് ക്യാൻഡിലാണ്. ലൈക്ക് നമ്മൾ ഡോജി എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഇൻഎഫിഷ്യൻറ്റ് ക്യാൻഡിലാണ്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഒരേ രീതിയിലുള്ള ഒരു പ്രഷർ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ശരിക്കും ഒരു സ്വിങ് ഹൈ സ്വിങ് ലോയിലൊക്കെ ആണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ്ലി അവിടെ നിന്നൊരു റിവേഴ്സലിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ എൻട്രി എടുക്കണമെന്നില്ല, നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയാണ്. അതായത് മാർക്കറ്റ് കൂടുതലും ആ ഒരു ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് കൂടുതലും കൺസോൾട്ടേഷൻ ആണ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം വീണ്ടും ഒരു ബൈ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പം അത് നമുക്കിങ്ങനെ നോക്കാം. ഓക്കെ, ഇത് റിപ്ലൈ ആണ് കേട്ടോ. അത് പ്രീവിയസ് ആയിട്ട് നടന്നൊരു ചാർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ഹിറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടുള്ള രീതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ആക്യുറസി കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും, വിൻ റേറ്റ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് പറ്റും. ആ ഒരു രീതിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഇൻഡിക്കേറ്ററിൽ ഒരു ഗ്രേ ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് ബേസിക്കലി ഒരു ട്രെൻഡ് ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ലൈനിന് മേളിൽ കൂടുതലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരിക്കും. ആ ലൈനിൽ താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരിക്കും. അപ്പം അത് നമുക്കൊരു ചെറിയൊരു ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ ഇട്ടേക്കുന്ന ഒരു ഗ്രേ ലൈനാണത്. അപ്പം ഈ ലൈനിനെയാണ് നമ്മൾ അടുത്തൊരു ആവറേജിങ് രീതിക്ക് വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു എൻട്രി ഇൻഡിക്കേഷൻ തന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും നമ്മുടെ ടാർഗറ്റ് ലൈനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഗ്രേ ലൈൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഗ്രേ ലൈനിൻ്റെ മേളിലാണ് ഈ ഒരു ഇൻഡിക്കേഷൻ തന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മുടെ പ്ലാനിങ് ഇങ്ങനെ ചെയ്യാനാണ് നമ്മുടെ പ്ലാനിങ്, അതായത് നമുക്കൊരു ആവറേജ് ചെയ്ത് ചെയ്യാനാണ് നമ്മുടെ പ്ലാനിങ് എങ്കിൽ എൻട്രി ഇൻഡിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങളൊരു നെക്സ്റ്റ് ടൈം ഫ്രെയിം കൂടെ, അതായത് വേറൊരു ടൈം ഫ്രെയിം കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതായത് ഒരു 3 ടൈംസ് അപ്പുറം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് 50 മിനിറ്റ്സ് ആയിരിക്കും ഞാൻ അടുത്തത് ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 1 മിനിറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അടുത്തത് അതിനെ നോക്കേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എങ്കിൽ 10 മിനിറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു
3 ടൈംസ് അപ്പുറമുള്ള ടൈം ഫ്രെയിമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും ഫുള്ളായിട്ട് തന്നെ എൻട്രി എടുക്കാതിരിക്കുക. അപ്പം നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉദ്ദേശിക്കുന്നത് അതിനെ കറക്റ്റ് പകുതിയാക്കുക. ആ പകുതി ആയിരിക്കണം നമ്മുടെ ആദ്യത്തെ എൻട്രിക്ക് വേണ്ടി നമ്മൾ അലോട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഗ്രേ ലൈനിൽ മേളിലാണോ എന്ന് 15 മിനിറ്റ് ടൈം ഫ്രെയിം. അപ്പോൾ ഇവിടെ ഞാൻ 5 മിനിറ്റ്സ് ആയതുകൊണ്ട് 15 മിനിറ്റ്സ് ആണ് എടുത്ത് നോക്കുന്നത്. ആ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലും ഇപ്പോൾ നിൽക്കുന്ന റേറ്റ് ഇതിന് മേളിലാണോ, ഈ കറണ്ട് നമുക്ക് എൻട്രി തന്നപ്പോൾ ഉള്ളത് ഈ ഗ്രേ ലൈനിൽ മേളിലാണോ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് 15 മിനിറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഓക്കെ അത് ഇവിടെയാണ് നമ്മുടെ ഗ്രേ ലൈൻ ഉള്ളത്. അപ്പോൾ ഗ്രേ ലൈനിൻ്റെ മേളിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം, ഓക്കെ 5 മിനിറ്റ്സിൽ നമുക്ക് എൻട്രി ചെയ്യാം എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായ എൻട്രി പോയിന്റ് തന്നെ എടുക്കാം. ഞാനിവിടെ നമ്മുടെ ഈ റിപ്ലൈ മോഡ് ഇട്ടത് കൊണ്ട് കുറച്ചുകൂടെ താഴെ പോയേക്കുന്നതാണ്. അപ്പം ഞാൻ അവിടെ ആ ഒരു എൻട്രി പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രോപ്പറായിട്ട് ആ ഒരു എൻട്രി പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ്, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടില്ല. അതായത് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ടച്ച് ചെയ്താൽ നമ്മൾ എക്സിറ്റ് ചെയ്യില്ല. ഈ ഒരു ടാർഗറ്റ് മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ടാർഗറ്റ് വന്നാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും, ഈ സ്റ്റോപ്പ് ലോസ് വന്നാൽ നമ്മൾ എക്സിറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്കിനി നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ലൈൻ ഹിറ്റ് ചെയ്തു. അപ്പോൾ പക്ഷേ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നില്ല. നമ്മളിത് രണ്ടാമത്തെ രീതിയാണ് യൂസ് ചെയ്യുന്നത്. എക്സിറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ 15 മിനിറ്റ്സിലേക്ക് ചാർട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ 15 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് എവിടെയായിരുന്നു നമ്മുടെ എൻട്രി. മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും താഴെയാണ്. 15 മിനിറ്റ്സിൽ നമുക്ക് നിലവിൽ ഇപ്പോൾ എൻട്രി ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ 15 മിനിറ്റ്സിൻ്റെ എൻട്രി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ 5 മിനിറ്റ്സ് ചാർട്ട് നോക്കുന്നില്ല, ഇനി നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കുമ്പോഴത്തേനും 15 മിനിറ്റ്സിൽ മോസ്റ്റ്ലി ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴത്തേനും ആ ടൈം 15 മിനിറ്റ്സിന് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി എൻട്രി വരും. ഓക്കെ, 3 ടൈംസിൽ മോസ്റ്റ്ലി എൻട്രി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് അവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ തന്നു. ഓക്കെ, ബൈ ഇൻഡിക്കേഷൻ തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ ബാക്കി പകുതി, ആദ്യത്തെ പകുതി നമ്മൾ ഇവിടെ എടുത്തു, രണ്ടാമത്തെ പകുതി നമ്മൾ ഈ സ്പോട്ടിൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ SL എന്ന് പറയുന്നത് 15 മിനിറ്റ്സിൻ്റെ ആയിരിക്കണം, ടാർഗറ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സിൻ്റെ ആക്കണം. അതായത് ഇനി 5 മിനിറ്റ്സിൻ്റെ ഒന്നുമില്ല, നമ്മൾ 5 മിനിറ്റ്സിൽ എടുത്ത എൻട്രിയുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സിൻ്റെ ആക്കണം. ഈ 15 മിനിറ്റ്സിൻ്റെ SLഉം 15 മിനിറ്റിന് ടാർഗറ്റും സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ 15 മിനിറ്റ്സിൽ നമ്മുടെ വന്ന എൻട്രി ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു. അതായത് നമ്മൾ ആവറേജ് ചെയ്ത എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും നമ്മുടെ 15 മിനിറ്റ്സ് തന്നെ ഈ ഒരു രീതി ഫോളോ ചെയ്ത ഒരാൾക്ക്. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു സിമ്പിൾ മെത്തേഡ് കണ്ടു. ആ സിമ്പിൾ മെത്തേഡിൽ ഒരെണ്ണം നമുക്ക് ഫേക്ക് വന്നു, അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസിൽ വന്നു. പക്ഷേ ആ എൻട്രി നമ്മൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ എൻട്രീസും ആ ഒരു പോസിബിലിറ്റി വിന്നിങ് റേറ്റ് നമ്മൾ കൂട്ടി. അപ്പം ഈ രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് നമ്മുടെ വിൻ റേറ്റ് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഈ ടൈം ഫ്രെയിമിൽ അടുത്ത എൻട്രിക്ക് വേണ്ടി നോക്കാനായിട്ട് പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ടൈം ഫ്രെയിം അല്ല യൂസ് ചെയ്യേണ്ടത്, വീണ്ടും നമ്മുടെ ഫസ്റ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകുക. അതായത് നമ്മൾ 5 മിനിറ്റ്സിലാണ്
നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ്സിലോട്ട് പോവുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് അപ്പോൾ കാണാനായിട്ട് പറ്റും. 5 മിനിറ്റ്സിൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ നമ്മുടെ 2 എൻട്രി ഇവിടെയായിരുന്നു. അപ്പോൾ 5 മിനിറ്റ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതും SLലേക്ക് പോയാൽ. ഇത് ശരിക്കും വരുന്നത് നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ് വരുന്ന ടൈമിലായിരിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്കുണ്ടാകുന്നത്. അതായത് നമുക്കൊരു ബൈ ഇൻഡിക്കേഷൻ തന്നു, സ്റ്റോപ്പ് ലോസ്, അത് കഴിഞ്ഞ് അതായത് നമ്മൾ സിമ്പിൾ വേയിൽ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ ചെയ്യുമ്പോൾ ഇതുപോലെ ബൈ ഇൻഡിക്കേഷനും സെൽ ഇൻഡിക്കേഷനും SL ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അങ്ങനെ ഉള്ള സമയത്തായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതും നമുക്ക് ഒരു പ്രോഫിറ്റിൽ നമ്മുടെ വിൻ റേറ്റ് കൂട്ടി നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വീണ്ടും നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക, അതിൻ്റെ എൻട്രി ആയിരിക്കണം പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എപ്പോഴും ഈ ഗ്രേ ലൈൻ നോക്കുക, രണ്ടും ഈ ലൈൻ്റെ മേളിലാണ് നോക്കുക. അപ്പം ഈ സെൽ ഇൻഡിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെയിം ഇതിൻ്റെ ഓപ്പോസിറ്റ് രീതി. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓൾ ഇൻ വൺ മാസ്റ്റർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് എങ്ങനെ നിങ്ങളുടെ വിൻ റേറ്റ് കൂട്ടാമെന്ന് നിങ്ങൾക്ക് ശരിക്കൊരു ഐഡിയ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അടുത്ത സ്മാർട്ട് ബൈ സെൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് യൂസ് ചെയ്ത് എങ്ങനെ വിന്നിങ് റേറ്റ് കൂട്ടാമെന്നുള്ളൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നമ്മളിനി നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്ന കുറേ ഡൗട്ട്സ് ഉണ്ട്, അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാം എന്നോർത്തു. അപ്പം മെയിനായിട്ട് നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഇപ്പോൾ ഒക്കെ ആരെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുമോ, ഇൻഡിക്കേറ്റേഴ്സ് ഫേക്കാണ്, ഇൻഡിക്കേറ്റേഴ്സ് ലാഗിങ് ആണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആരെങ്കിലും യൂസ് ചെയ്തിപ്പോൾ ട്രേഡ് എടുക്കുമോ, അത് ഒരിക്കലും വർക്കാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഈ പറയുന്ന പോലെ മെസ്സേജസും കമൻസും ഒക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ശരിക്കും നമ്മുടെ ഈ സിമ്പിൾ ചാർട്ട് പാറ്റേൺസ്, ഇൻഡിക്കേറ്റേഴ്സ്, SMC, പ്രൈസ് ആക്ഷൻ, ഈ സ്റ്റൈൽസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്ങിലോട്ട് കയറാനായിട്ട് ഉദ്ദേശിക്കുന്ന വിവിധ ഡോറുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മാർക്കറ്റിനെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് കാണുക. അപ്പം നമ്മുടെ എല്ലാ ഉദ്ദേശം ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കുക, അതായത് മാർക്കറ്റിൽ ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉദ്ദേശം. അതായത് അപ്പം ഏത് വഴിയും നമുക്ക് എൻട്രി ചെയ്യാം, ഏത് ഡോറിൽ കൂടെ നമുക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. അപ്പം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ബേസിക്കലി ഒന്നാണ് എന്ന് മാർക്കറ്റിൽ കുറേ കൂടി നിങ്ങൾ പഠിച്ച് ആ ഒരു മാർക്കറ്റിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാണ്. പല പേരുകളാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നുക. അത് ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേനും ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഈ പറയുന്ന പോലെ ട്രോളാനും ഇവരൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കേണ്ട. ഇപ്പോൾ എല്ലാവരും എന്ത് സംശയം ഉണ്ടെങ്കിലും ഓടിപ്പോയി ചോദിക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ ചാറ്റ് GPT, അല്ലെങ്കിൽ AI ടൂൾസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു AI ടൂൾസ്, ഇപ്പം ചാറ്റ് GPTയിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ സിമ്പിൾ ചാർട്ട് പാറ്റേൺസ്, ഇൻഡിക്കേറ്റേഴ്സ്, SMC, പ്രൈസ് ആക്ഷൻ, ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് കൊടുത്തിട്ട് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇതെല്ലാം ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരും. ഇതെല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കും, പല രീതിയിൽ. അതായത് ശരിക്കും ഈ എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് വളർന്നു വരുമ്പോൾ ആ പഴയ ഇതിന് വേർഷൻ 2, വേർഷൻ 3, വേർഷൻ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ രീതിക്കും ഓരോ പുതിയ പേരിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും. അല്ലാതെ ഇതൊന്നും തമ്മിൽ ഇതൊന്നും ഒന്നിനേക്കാൾ മികച്ചതുമല്ല, അല്ലെങ്കിൽ ഒരെണ്ണത്തെ തോൽപ്പിക്കുന്നതുമല്ല. നമുക്ക് ഏത് യൂസ് ചെയ്ത് വേണേലും നമുക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ എന്താ, ഇപ്പോൾ സിമ്പിൾ ചാർട്ട് പാറ്റേൺസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് നിങ്ങൾ ജസ്റ്റ് എടുത്തു നോക്കുക. ഇനി നിങ്ങൾ നമ്മുടെ SMC കൺസെപ്റ്റിലോട്ടൊന്ന് പോയി നോക്കുക. അപ്പം അവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് SMC കൺസെപ്റ്റിൽ അവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നു എന്ന് പറയും, ഒരു FEG കണ്ടുപിടിച്ചു എന്ന് പറയും, ആ FEGയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയും. രണ്ടും നിങ്ങൾക്ക് സെയിം ആയിട്ട് കാണാനായിട്ട് പറ്റും.
ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാനായിട്ട് പറ്റും. അപ്പം അപ്പം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഈ ഇൻഡിക്കേറ്റേഴ്സിനെ, സിമ്പിൾ ചാറ്റ് പാറ്റേൺസിനൊന്നും ആൾക്കാർ വളരെ മോശമായിട്ട് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇത് നമുക്ക് മാർക്കറ്റിൽ വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഈ പറയുന്ന പോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവർക്കും അവർക്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ടില്ല, പുതിയതായിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവത്തിന് വേണ്ടി അവർക്ക് വലിയ കോഴ്സ് ഫീസുകളൊന്നും നിങ്ങളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ മേടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പല പല ടൂൾസും മാർക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞു വരിക. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയാം. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ലാഗിങ് ആണ്, ഇത് പ്രോപ്പറായിട്ട് ഇൻഡിക്കേഷൻ തരില്ല, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് പറയാം. ശരിക്കും എന്താണ് ഇൻഡിക്കേറ്റർ, നമ്മുടെ ഈ ട്രേഡിംഗ് വ്യൂവിലെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് എന്ന് ഉള്ളൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്ക് നോർമലി അറിയാവുന്ന EMA, RSI, ഈ പറയുന്ന പോലെ മൂവിങ് ആവറേജ്, അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലാതെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് കസ്റ്റമായിട്ട് ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് ആർക്കും പറ്റും. നിങ്ങൾക്കൊരു നല്ലൊരു വിന്നിങ് സ്ട്രാറ്റജി ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് കോഡിങ്, ഇപ്പോഴത്തെ കേസിലൊരു കോഡിങ് നോളജ് വേണമെന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ പൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അവിടെ നിങ്ങളുടെ ഐഡിയയ്ക്ക് നിങ്ങൾക്ക് കോഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കോഡ് ചെയ്ത് നിങ്ങൾക്കൊരു ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഐഡിയ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാറ്റ് GPT നിങ്ങളുടെ ഐഡിയ പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് എനിക്കൊരു പൈൻ സ്ക്രിപ്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ആ ചാറ്റ് GPT നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഇൻഡിക്കേറ്റർ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പ്രൈസ് ആക്ഷന് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ്റെ നിങ്ങളുടെ ഐഡിയയിലാണ് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ പൈൻ സ്ക്രിപ്റ്റിൽ കോഡ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേഷൻ തരിക. അതായത് നിങ്ങൾ മാർക്കറ്റിൽ നോക്കിയിരിക്കേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കി തരുവാണ്. നിങ്ങൾ മാർക്കറ്റിൽ നോക്കിയിരുന്ന പ്രൈസ് ആക്ഷൻ ബേസിസിൽ ഒരു എൻട്രി എടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ഫുൾ ടൈം മാർക്കറ്റിൽ നോക്കിയിരുന്ന ആ ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി അത് അനലൈസ് ചെയ്ത് നിങ്ങൾ എവിടെയാണോ എൻട്രി കണ്ടുപിടിക്കുന്നത് അവിടെ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് എൻട്രി കാണിച്ചു തരും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായ ആവശ്യമില്ല. ഓക്കെ, അപ്പം അവിടെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലാഗിങ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുക? അവിടെ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് തന്നെയല്ല ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക. സോ അപ്പം എന്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് വ്യൂവിലെ ഇൻഡിക്കേറ്റേഴ്സ് എന്നും കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ലാഗിങ് ആണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മാർക്കറ്റിലെ എല്ലാ ടൂൾസും ലാഗിങ് തന്നെയാണ്. ലാഗിങ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡാറ്റ, അതായത് ടെക്നിക്കൽ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് ഡാറ്റ വേണം. അത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഏത് മാർക്കറ്റ് സ്റ്റൈൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ടു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ സ്വിംഗ് ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ ആ പാസ്റ്റ് ഡാറ്റ മാർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കൊരു എൻട്രി നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പം അതും ലാഗിങ് അല്ലേ? അപ്പം നിങ്ങളും അവിടെ ചെയ്യുന്നത് ലാഗിങ് തന്നെയാണ്. അതായത് മാർക്കറ്റിൽ ലാഗിങ് എന്ന് പറയുന്നൊരു സംഭവമില്ല. നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്നൊരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഒരു പ്രീവിയസ് അല്ലെ പാസ്റ്റ് ഡാറ്റ നോക്കിയാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് അത് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരും. നമ്മളൊരു EMA അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ഒക്കെ ആഡ് ചെയ്ത് വെക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇതെല്ലാം ആഡ് ചെയ്ത് വെക്കുമ്പോഴത്തേനും ഇൻഡിക്കേറ്റർ നിങ്ങൾക്കൊരു എളുപ്പവഴി ചെയ്തു തരുവാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മുൻകൂറായിട്ട് ഒരു ഐഡിയ കിട്ടി, അതിതാണ്, പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. മറ്റേത് എന്താണ്, നിങ്ങളിതെല്ലാം ആദ്യം തൊട്ട് എല്ലാം കണ്ടുപിടിച്ച് വരണം. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു എളുപ്പമാക്കുന്ന വഴിയാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടാഴികയില്ല, അല്ലെങ്കിൽ വേറെ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്താൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടുള്ളൂ, SMC യൂസ് ചെയ്താലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി, ഒരു EMA ക്രോസ് ഓവർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും.
അതല്ല നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ആണ് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അവിടെ എന്താണ് കറക്റ്റായിട്ട് വേണ്ടത് എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളല്ല, അത് എത്ര നാൾ നിങ്ങൾ കൺസിസ്റ്റൻ്റായി യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് കറക്റ്റായിട്ടുള്ള വേ എന്ന് പറയുന്നത്. ഇപ്പം EMA ക്രോസ് ഓവർ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്കൊരു 10 ദിവസം ലോസ് വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ട്രാറ്റജി മാറ്റി വേറൊരു സ്ട്രാറ്റജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി പോയി. അപ്പം അവിടെ നിങ്ങൾക്ക് പുതിയൊരു സ്ട്രാറ്റജി ആവും. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ കാണിച്ചു തരിക. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻ്റായി എന്താണോ നിങ്ങൾക്ക് എളുപ്പം, അതായത് നിങ്ങൾക്ക് ഏറ്റവും സുഗമമായിട്ട് തോന്നുന്നത് എന്താണോ, അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്താണോ അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അത് കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്ര ഈ പറയുന്ന പോലെ വീഡിയോ ഒന്നും ചെയ്യാൻ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ഒരാളല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.